അങ്ങനെ ശ്രീകൃഷ്ണൻ നമ്മ കണ്ടെത്തിയിരിക്കുന്ന കോടത്തെത്തി ഇടുന്നത് ഒരാളെ മുത്തപ്പനെത്തി എന്തിടാ അങ്കപ്പാറ് കണ്ണാ. ഗായ്സ് ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. അങ്ങനെ രാവിലെ ഇവിടെ തന്നെ കിടന്നത് ഡാമോ ക്ലബിൽ തന്നെ കിടന്നു ഉറക്കിൻ്റെ മത്തിന് ചുറ്റുമല്ലോ എനിക്കുണ്ട്. ഗുഡ് മോർണിംഗ്. അവിടെ 2 മണ്ടന്മാരുണ്ട് എണീച്ചിട്ട. എനിക്ക് 4 മണിയായിട്ടാ പാടാ, അമ്പലത്തിലെല്ലാം പോണ്ടേ. എണീക്കടാ എണീക്കടാ ചു കുമ അലറാൻ പഠിച്ചു. എണീക്ക് നമുക്കിനി കണി നോക്കാൻ വേണ്ടേ. അപ്പോൾ ഇവിടെ തന്നെ കിടന്നു, ഇന്നലെ വെടിയെല്ലാം പിടിച്ചിട്ട് ഇവിടെ തന്നെ കിടന്നു. അപ്പോൾ ഇനി കുളിച്ചിട്ടെല്ലാം റെഡി ആയിട്ട് അമ്പലത്തിൽ പോയിട്ട് കാണാം. അപ്പോൾ എനിക്ക് പിള്ളേരല്ല 2 ആൾ എണീച്ച് ഗായ്സ്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കാണാം. അല്ല റെഡി ആയിട്ട് കാണാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ അമ്പലത്തിലും പോകണം. നമുക്ക് എടുത്ത കണി നോക്കിയിട്ട് എല്ലാ അമ്പലത്തിലേക്കും പോവാം. ഓക്കെ. എടുത്ത കണി രാവിലെ 4 മണിക്ക് വെച്ചു കേട്ടോ. എടുത്ത കണി ആടെ ക്ലബിൽ നിന്ന് നമ്മൾ ആടെ തന്നെ ഉറങ്ങിപ്പോയി. ആടെ നിന്ന് എണീക്കുമ്പോൾ എടുത്ത കണിയാന്ന് തോന്നുന്നു. ആദ്യം കണി തുറക്കുമ്പോൾ മാലവടി പൊട്ടിക്കുമല്ലോ, ഇവിടുന്നാണ് ആദ്യം കേട്ട്. നല്ല ഉണ്ണിയപ്പം ഉണ്ട്. ഉണ്ണിയപ്പം വേണ്ട, നമുക്ക് ആദ്യം ഫ്രൂട്ട്സ് ഒന്ന് തുടങ്ങാം. കൈനീട്ടം തരാമെന്നും ആരുമില്ല കേട്ടോ. എല്ലാവരും അമ്പലത്തിൽ പോയി. ഞാൻ കുറച്ച് ലേറ്റ് അതുകൊണ്ട് കൈനീട്ടം നമുക്ക് തന്നെ എടുത്ത് സഹകരിക്കാം. താഴെല്ലോടാണ് ഇവിടെയാണ് കേട്ടോ. ആദ്യം ഞാൻ കണി നോക്കല്ലേ. ഇവിടെ അടുത്ത് സ്കാൻ അയച്ചിട്ട് ഗൂഗിൾ പേയിൽ കൈ നീട്ടം ചോദിക്കുന്നുണ്ട് എല്ലാവരോടും. ന്യൂ ജൻ ജോക്കി നല്ല കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ബാക്കി 2 മൊയന്തകളെ കാത്തിരിക്കുന്നുണ്ട്. എടുത്തൂടാ എടാ ഫസ്റ്റ് വന്നാടാ. 39 പോയി കഴിഞ്ഞാൽ കുന്നംവേലി ബൂഗി വന്നു ഗൈസ്. ബൂഗി പോയി. ഇത് നമ്മൾ പോകുന്നു ഫസ്റ്റ് അമ്പലത്തിലേക്ക്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഫസ്റ്റ് അമ്പലത്തിലേക്ക് എത്തി ഗൈസ്. ഉണ്ണിയപ്പം തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള വലിയ അമ്പലമാണ്. അത്യാവശ്യം ആളെല്ലാം വന്നിട്ടുണ്ട് കണി നോക്കാൻ വേണ്ടിട്ട്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ കണിയോക്കൽ. എത്തോ എല്ലാവരും ഉണ്ട്. പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. ഫ്ലാഷൊന്നും എത്തിയിട്ടൊന്നും കാണാം. എല്ലാവരും എത്തിയിട്ടുണ്ട്. ക്യൂ നിൽക്കണം. ക്യൂ നിന്നിട്ട് കണി കാണണം. അത്യാവശ്യം തിരക്കുണ്ട്. ബളൂർ അമ്പലത്തിത്തപ്പം. ഹാപ്പി വിഷു പോലെ തന്നെ ഹാപ്പി വിഷു. ഇന്റർവ്യൂവിലാണെന്ന് തോന്നിപ്പോയി തോന്നുന്നു. യദുത്തമ്പ്ര ഇതാ മുണ്ടെല്ലാം എടുത്ത്. നീ മുണ്ടെടുക്കാനപ്പോ പഠിച്ച് താലേക്ക് എത്തുന്നില്ല കേട്ടോ മുണ്ട്. ഉള്ളിലേക്കെല്ലാം കാണുന്നുണ്ട്. അതെന്തിയാണ് നേല് കുറിയെല്ലാം വലിച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരാള്. കേക്കൻ ഈ വിഷുവിന് ഫുള്ളായിട്ട് ചേഞ്ച് ആയിട്ടാ കണ്ട. പാൻറ്റെല്ലാം കാര്യമായത് ഇറക്ക്. ഷൂ എല്ലാം ഇട്ടിട്ടാ വന്നത്. ഇങ്ങോട്ട് നോക്കിയാ വീടാണ്ട് വീട് മാത്രം നോക്കണ്ട വേറെ. സമയം 6 മണി. ഇപ്പോഴും ഇവിടെ
എന്ത് ചിന്താകുലനായിരിക്കുന്നു. കണി കാണാൻ വന്നവരുടെ തിരക്കാണ് ഗൈസ്. നേരെ ഫോട്ടോ എടുക്കെത്തി ഗൈസ്. അമ്പലം ഇതാണ്. കണി മുടക്കാനായി വന്നു. എല്ലാവരും പോയി ഏകദേശം. കണി മുടക്കാനായില്ലേ ഏകദേശം എല്ലാവരും പോയി. നല്ലൊരു ആംബിയൻസ് ഇല്ല അമ്പലമാണ്. അടിപൊളിയായിട്ടൊക്കെ ആദ്യത്തെ പ്രസാദം കിട്ടി ഗൈസ്. ഉണ്ണിയപ്പത്തിന് വേണ്ടിട്ട് കിട്ടിയില്ലേ? സമാധാനായില്ലേ? എന്നാ ശരി. ഡെസ്റ്റിനേഷൻ ഗുരുവരമ്പലം. അടുത്ത അമ്പലത്തിലേക്ക് എത്തി. നെക്സ്റ്റ് അമ്പലത്തെ പ്രസാദം അങ്ങനെ ഉണ്ടാക്കാം. വെറൈറ്റി അല്ലോ അപ്പത്തിന് പകരം. ഇവിടെ അത്യാവശ്യം ആളുകളുണ്ട്. അമ്പലത്തിലേക്ക് പോവുകയാണ് ഗായ്സ്. ഇവിടെ അടുത്തുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രം. ഇപ്പൊ പോയത് ഇരിയലിലെ ഒരു അമ്പലത്തിലേക്കാണ്. ഇവിടെ നല്ല ആളുണ്ടല്ലോടാ. ഇവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലടാ. ഈടുത്ത അമ്പലത്തിൽ നമുക്ക് കൈനീട്ടം കിട്ടി. ഫസ്റ്റ് കൈനീട്ടം അല്ലേ? കൈനീട്ടം ജിത്തു എങ്ങനെയുണ്ട്? അപ്പം എങ്ങനെയുണ്ട്? കൈനീട്ടം കിട്ടിയില്ലേ? കൈനീട്ടം കിട്ടിയ മഹാവിഷ്ണു ക്ഷേത്രം, ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ രാവിലെ പൂജ അമ്പലവും കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. വേളൂർ അമ്പലത്തിനെ പോലെ തന്നെ ഇവിടെ നല്ല തിരക്കണേ. കാരണം ഇവിടെ മഹാവിഷ്ണുവിൻ്റെ അമ്പലം അല്ലേ? മഹാവിഷ്ണുവിൻ്റെ അമ്പലം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നമ്മളിപ്പോൾ 3 അമ്പലത്തിൽ പോയില്ലേ? ഇപ്പുറ സൈഡ് വന്നേ നമ്മളിപ്പോൾ 3 അമ്പലത്തിൽ പോയി. കേൾക്കാനാണെങ്കിൽ കാര്യമായ ലുക്കെല്ലാക്കി ബാഗ് പാൻറ്. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്. എന്തേ ഷഡ്ഡിയെല്ലാം ഇട്ടിട്ട് എന്താ ഇടാ? ഓ ജിന്നെ കാട്ടുന്നെല്ല ഡ്രസ്സ് മേടിച്ചിട്ട് വരുന്നുണ്ട്. ഇന്നോട് ആര് വിളിച്ചു പറഞ്ഞേ? എന്തിയാടാ ജിന്നത്? അടുത്ത് ജിന്നൊക്കെ അമ്പലമില്ലേ? ഈടത്തണ്ടി കളിക്കുന്നു പഴമ്പര്. അമ്പലത്തിൽ മാത്രം പോയത് പഴമ്പര് മനസ്സിലായി. നമ്മ ഉദയപുരം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇപ്പത്തില്ലേ. ആള് വരുന്നുണ്ട്. ഇവിടെ കാര്യമായ കൃഷ്ണനെല്ലാം കിട്ടിയിട്ട് എന്ത് പരിപാടി? എന്തിന് കണി മുടക്കിട്ട എന്റെ അമ്പലത്തിന്റെ ഫ്രണ്ട് ഇടാല്ലേ? എന്താ സിസ്റ്റം? ഉണ്ണിയപ്പം തന്നിട്ട് ഉണ്ണിയപ്പം ചോദിച്ചു കാണിക്കാടാ. നടക്കൂലേ? ചോദിച്ചു കാണിക്കാ. ഈ അമ്പലം അടിപൊളിയാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നല്ല തണുപ്പുണ്ട്. വലിയ അമ്പലം. ആളില്ല, ആള് കുറവ്. സമയം ലേറ്റ് ആയതുകൊണ്ട് തോന്നുന്നു ആള് നല്ലോണം. നമ്മളെ അവസാനത്തെ അമ്പലം അല്ലേ കേക്കാ? ഇനി ഇത് കഴിഞ്ഞ് വൈകുന്നേരം സിനിമക്ക് പോകണം. ആവേശം കാണാൻ പോണ്ടേ? ആവേശം കാണാൻ പോകണം. ബീച്ചിൽ പോകണം. നമ്മളെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കണി കാണുന്ന കഴിഞ്ഞ് ഇതിപ്പോൾ ആടുന്ന് എൻഡാക്കും. ഇപ്പോൾ ഉജ്ജ്വലിൻ്റെ വീട്ടിൽ ചിലപ്പോൾ പോകും. ഉജ്ജ്വലിൻ്റെ വീട്ടിൽ പോയി ഉണ്ണിയപ്പം തന്ന് നേരെ വൈൻഡ് അപ്പ്. ഉണ്ണിയപ്പം ഇപ്പോൾ ഉജ്ജ്വല വിളിച്ചു അവൻ്റെ വീട്ടിലേക്ക് പോകും. അതിലേക്ക് കയറിയിട്ട് നമുക്ക് ആടുന്ന് ഉണ്ണിയപ്പം കഴിച്ചിട്ട് പോവാം. അങ്ങനെ നമ്മൾ 4 അമ്പലം കവറാക്കിയിട്ടുണ്ട്. 4 അമ്പലത്തിലും പോയി വൈബാക്കി. ഇപ്പോൾ ലാസ്റ്റ് അമ്പലം ഇത് കഴിഞ്ഞ് നേരെ ഉജ്ജ്വലിൻ്റെ വീട്ടിൽ പോയിട്ട് ആടുന്ന് കണി കണ്ട് ഉണ്ണിയപ്പം
ഉണ്ണിയപ്പം ഇടുന്ന് കിട്ടിയിട്ടല്ലേ? ഇടുന്ന ഉണ്ണിയപ്പം ലേറ്റ് ആയതുകൊണ്ട് കിട്ടിയിട്ട. 8 മണിയായില്ല, 8 മണിക്ക് കണി മുടക്കേണ്ട സമയം. അവിടെ ആരും ഉണ്ടായിട്ട. അപ്പം നമുക്ക് അടുത്തേക്ക് വിടാം. അങ്ങനെ ശ്രീകൃഷ്ണൻ നമ്മ കണ്ടെത്തിയിരിക്കുന്ന കോടത്തെത്തിയിട്ട്. ഹാപ്പി വിഷു. അപ്പം എവിടെയെല്ലാം പോയി? എല്ലാരും അവിടെ വെട്ടി വെട്ടിക്കുന്നുണ്ട്. പോലെ കൃഷ്ണനെ തട്ടിക്കൊണ്ടുപോയി. ഉജ്ജലിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ഉജ്ജലിന്റെ കണി നോക്കിട്ട് തരാം. പിള്ളേർ നിങ്ങൾ മതിയാക്കിട്ട് വരുന്നുണ്ടായല്ലേ? പിള്ളേർക്ക് ഉണ്ണിയപ്പം വളർന്നു. ഉജ്ജലിന്റെ കണി. ഉജ്ജലിന്റെ ഫാദറിന്റെ കൈ നീട്ട എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. വീഡിയോയിൽ കാണാൻ പോന്ന്. വീഡിയോ ഇത്രയില്ലോ. അപ്പം നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അതേപോലത്തെ ഇതേപോലെ കേൾക്കാൻ പറയുന്നത് ഇതേപോലത്തെ ഒരു കാർ എടുക്കണം. നമുക്ക് എടുക്കാതെ ഇതേപോലത്തെ കാറ് എടുക്കുമല്ലേ? നമ്മ എടുക്കുമല്ലേ കേക്കാ? നമ്മ എടുക്കും. ഇപ്പൊ നമ്മളൊക്കെ ഇല്ല വണ്ടി. പാഷൻ ബ്രോനെ അപമാനിക്കല്ല കേട്ടോ, കിട്ടില്ല സാധനം. പിന്നെ നമ്മളെ സ്പ്ലെൻഡർ 100 മൈലേജ്. ഇത് നമ്മളെ ജൂപ്പിറ്റർ. ഇതെല്ലാം നമ്മളെ പാവങ്ങളുടെ രാജാവാണ് അല്ലേക്കാ? പിന്നെ പാവങ്ങളുടെ രാജാവ്.